നിങ്ങൾ ഈ CS മാത്യു എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പാസ്റ്റർ CS മാത്യു. അദ്ദേഹത്തിന് 11 മക്കളുണ്ടായിരുന്നു. 8 മക്കൾ മരിച്ചുപോയി. 8 ആൺമക്കൾ. ഒന്നിന് പുറകെ ഒന്നെന്നായി വീട്ടിൽ നിന്ന് 8 ശവപ്പെട്ടികൾ ഇറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ പാടിയൊരു പാട്ടുണ്ട്. അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട്. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ മരിക്കുമോ വത്സല മണ്ണെ പ്രതി മഹത്വത്തിന്റെ വെളിപ്പാട് കണ്ട ഒരുത്തൻ ഒന്നിനെ പിറകെ ഒന്നായി ശവപ്പെട്ടി ഇറങ്ങിപ്പോകുമ്പോ ഇനി ഞാൻ അങ്ങോട്ടില്ലെന്നല്ല പറയുന്നത്. അവൻ പറയും പ്രതി ശവപ്പെട്ടി ഒന്നിന് പിറകെ ഒന്നായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ? പ്രശ്നങ്ങൾ വല്ലാതെ ഭീതിപ്പെടുത്തുന്നോ? തേജസ്സിന്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്തുണ്ടോ? ആ വെളിപ്പാടിനോട് തുല്യം ചെല്ലാൻ വേറെ ഒന്നും പറ്റില്ല. ഇതാ കർത്താവ് പറഞ്ഞത്. കണ്ണടർച്ചയാണെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയണം. 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണുള്ളവനായി സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത്. 2 കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കൈയുള്ളവനായി സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് പറ കർത്താവേ, ഈ തേജസ്സിന്റെ ദർശനം എന്റെ അകത്തു മാത്രമല്ല എന്റെ തലമുറയിൽ മുഴുവൻ അങ്ങ് നൽകണമേ. മണ്ണെ പ്രതി ജീസസ്. ഞാൻ സത്യമായിട്ടും പറയാം, ഞാൻ അത് ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോ എനിക്ക് പാസ്റ്റർ CS മാത്യുവിന്റെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തി അദ്ദേഹത്തെ കൊണ്ട് ആ കൈയെടുത്ത് തലേ വെച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കണം തോന്നി. എന്നെ കാഴ്ചപ്പാടാ. മണ്ടെ പ്രതി മാണിക്യം വെടിയത്തില്ല. ചെറിയ കാര്യമൊന്നുമല്ല. 10 ശവപ്പെട്ടിയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. 85-ാമത്തെ വയസ്സിൽ അപ്പച്ചൻ മരിക്കുമ്പോ എന്നെ പ്രശ്നമല്ലേ? ആമേൻ. വളർത്തി വലുതാക്കിയ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് അപ്പനെയും അമ്മയും മക്കൾ അടക്കണമെന്ന്. പക്ഷേ അപ്പന് 8 ശവപ്പെട്ടികൾക്ക് യാത്രയയപ്പ് കൊടുക്കുമ്പോ പറയുക മണ്ണെ പ്രതി. 26-ാമത് നാക്കോ കോൺഫറൻസിൽ നിന്ന് ഈ ഞായറാഴ്ച നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോ ഒന്നും മനസ്സിൽ നിന്നില്ലെങ്കിലും പറയണം മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല. ഏതാ പാസ്റ്റർ മാണിക്യം? ഗ്ലോറിയാണ് മാണിക്യം. ഏതാ പാസ്റ്റർ മാണിക്യം? കർത്താവുമായിട്ടുള്ള മോനിട്ടർ കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ആമേൻ. മാണിക്യം വെടിയത്തില്ല. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നോരാ. അവര് പറയും എന്തിനാണ് നീ ആരാധിക്കാൻ പോയത്? നീ ഇറങ്ങി തിരിഞ്ഞിട്ട് എന്തുണ്ടായി? ചിലപ്പോ മക്കളുടെ രൂപത്തിലായിരിക്കും വരുന്നത്. മമ്മി വലിയ പ്രാർത്ഥനയല്ലേ? എന്നിട്ട് എന്താ ഇവിടെ നടക്കുന്നത്? കർത്താവിനോട് പറ, സുന്ദരന മനോഹര ോടുള്ള അനുരാഗം കവർന്നീടും. ഓ സുന്ദരന മനോഹര നിന്റെ ലോകയാ. ഓ പ്രാകൃതരാജാരന്മാരെ മരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല. എനിക്കറിയാം കണ്ണുനീരോടെ നിൽക്കുന്ന 10 പേര് ഇവിടെ ഉണ്ട്. കരയുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ഒരുമിച്ചൊന്ന് പറ വെടിയുകില്ല ഞാൻ.